നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ട്രെയിൻ ഗതാഗതം താറുമാറാകും. ദക്ഷിണ റെയിൽവേയിൽ 15,495 തസ്തികയിൽ നിയമനമില്ല. രാജൻ ലാലിന് പങ്കില്ല. പെട്രോളിൽ തീയിട്ടതിന് നിഗമനം. ഗർഭിണി മരിച്ച സംഭവം. ആത്മഹത്യാകാമെന്ന് പോലീസ്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത്. പ്രതി സിന്ധു റിമാൻഡിൽ. ലാൻഡിങ്ങിനിടെ എയർ ഇന്ത്യ വിമാനത്തിന്റെ വാൽഭാഗം റൺവേയിലുടച്ചു. ദുരന്തം ഒഴിവായി. ഇവരുടെ കണ്ണീരിനും വേദനയ്ക്കും മുന്നിൽ നിശബ്ദരാകില്ല. പോലീസ് ആക്രമണം ആരുടെ നിർദ്ദേശപ്രകാരമെന്ന് പി രാജീവ്. വ്യാജ പാസ് ഇറക്കി പണം പിരിവ്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും കോൺഗ്രസിന്റെ തട്ടിപ്പ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തെ തുടർന്ന് ദക്ഷിണ റെയിൽവേയിൽ 15,495 തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. 95,336 സ്ഥിര തസ്തികകളിൽ 79,841 പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. ഗ്രൂപ്പ് സി ആൻഡ് ഡി കാറ്റഗറിയിലാണ് ഒഴിവുകൾ ഏറെയും. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശിൻ്റെയും കർണാടകയുടെയും ചില ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ദക്ഷിണ റെയിൽവേ സോൺ. വിശദമായ വാർത്തകളുമായി അശ്വന കൂടി ചേരുന്നു. കേരളത്തിലെ 2 ഡിവിഷനിൽ 3000-ഓളം തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നു. പാലക്കാട് ഡിവിഷനിൽ മാത്രം 1170 പേരുടെ ഒഴിവുണ്ട്. 10,823 തസ്തികയുള്ള തിരുവനന്തപുരം ഡിവിഷനിൽ 9,069 പേർ മാത്രമാണുള്ളത്. കൂടുതൽ തസ്തികയുള്ള ചെന്നൈ ഡിവിഷനിൽ 23,302 തസ്തികയിൽ 3,751 ഒഴിവാണ്. 10,028 തസ്തികയുള്ള തിരുച്ചിറപ്പള്ളി ഡിവിഷനിൽ 1,472 കസേരകളിൽ ആളില്ല. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന സേലം ഡിവിഷനിൽ 1,404 ഒഴിവുണ്ട്. മധുര ഡിവിഷനിലെ 8,982 തസ്തികയിൽ 1,218 ഒഴിഞ്ഞു കിടക്കുന്നു. സുരക്ഷാ ജീവനക്കാരുടെ എണ്ണത്തിലും കുറവുണ്ട്. RPF-ൽ ആകെയുള്ള 4,395 തസ്തികയിൽ 3,216 പേരാണ് നിലവിലുള്ളത്. അക്കൗണ്ട് വിഭാഗത്തിൽ 965 പേരുടെയും ചെന്നൈയിലെ രായപുരം പ്രസിൽ 7 പേരുടെയും ഒഴിവ് നികത്താനുണ്ട്. ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്ത് 664 തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പേരാമ്പൂർ കോച്ച് ഫാക്ടറിയിൽ 393, ലോക്കോ വർക്സിൽ 158 എന്നിങ്ങനെയാണ് ഒഴിവ്. തിരുച്ചിറപ്പള്ളി ഗോൾഡൻ റോക്ക് വർക്ക്ഷോപ്പിൽ 382 തസ്തികയുണ്ട്. ഇന്ത്യയിൽ റെയിൽവേ ആകെ ഒഴിവ് 3.5 ലക്ഷത്തിലധികമാണ്. വർഷത്തിൽ 20% തസ്തിക ഒഴിവാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഇതിനിടെ ഭാഗമായി ഒരു വർഷത്തിനിടെ നിർത്തലാക്കിയത് 29,808 തസ്തികയിലാണ്. 50,000-ലധികം പേർ ഓരോ വർഷവും വിരമിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള നിയമനവും നടക്കുന്നില്ല. രാജ്യത്താകമാനം തുടരുന്ന നിയമന നിരോധനം കേന്ദ്ര സർക്കാർ റെയിൽവേയിലും തുടരുകയാണ്. നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ പ്രക്ഷോഭത്തിലാണ്. ഇന്ന് DRU നേതൃത്വത്തിൽ ദക്ഷിണ റെയിൽവേ മാനേജർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രജൻ ലാലിന് പങ്കില്ല. പെട്രോളിൽ തീയിട്ടത് നിഗമനം. ഗർഭിണി മരിച്ച സംഭവം ആത്മഹത്യയാകുമെന്ന് പോലീസ്. പേരാമ്പ്രയിൽ കാർ കത്തി ഗർഭിണിയായ യുവതി മരിച്ച സംഭവം ആത്മഹത്യയാകാമെന്ന് പോലീസ് നിഗമനം. കാർ കത്തിയതിൽ ഭർത്താവ് രജൻ ലാലിന് പങ്കില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതോടെയാണ് സോനയുടെ മരണം ആത്മഹത്യയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. രജനുമായുള്ള വാക്ക് തർക്കത്തെ തുടർന്ന് മനം നൊന്നാണ് സോന ആത്മഹത്യയിലേക്ക് തിരിഞ്ഞതെന്ന് പോലീസ് ഊഹിക്കുന്നു. മരണത്തിന് മുൻപ് താൻ അനുഭവിച്ച പീഡനങ്ങൾ സോന തൻ്റെ സഹോദരിയുമായി പങ്കുവച്ചിരുന്നു. ഇതേ ദിവസം വൈകിട്ട് സഹോദരിക്കൊപ്പം പേരാമ്പ്രയിൽ എത്തിയ സോന കന്നാസിൽ പെട്രോൾ വാങ്ങുകയായിരുന്നു. സോന പെട്രോളുമായി വാങ്ങി വരുന്നതിൻ്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ ബന്ധുവീട്ടിൽ നിന്ന് രജൻ ലാലിനൊപ്പം വീട്ടിലേക്ക് പോകുന്ന വഴി കയ്യിൽ കരുതിയിരുന്ന പെട്രോളിൽ സോന തീയിട്ടതാകാമെന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ്. കാർ കത്തിയത് ഷോർട്ട് സർക്യൂട്ട് മൂലമല്ലെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് സോന പെട്രോൾ വാങ്ങിയ വിവരം വ്യക്തമായത്. 60% പൊള്ളലേറ്റ ചികിത്സയിൽ കഴിയുന്ന രജൻ ലാലിൻ്റെ മൊഴിയിലും കാറിനുള്ളിൽ നിന്ന് പെട്രോളിൻ്റെ ഗന്ധം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ട്. ലാൻഡിങ്ങിനിടെ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ വാൽഭാഗം റൺവേയിലിടിച്ചു. ദുരന്തം ഒഴിവായി. ബംഗളൂരു വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ വാൽഭാഗം നിലത്തിരിച്ചു. എയർ ഇന്ത്യയുടെ 2651 വിമാനത്തിൻ്റെ വാൽഭാഗമാണ് ലാൻഡിങ്ങിനിടെ റൺവേയിൽ തട്ടിയത്. അപകടമുണ്ടായെങ്കിലും വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞതായി
യാത്രക്കാരും ജീവനക്കാരും അടക്കം എല്ലാവരും സുരക്ഷിതമായി പുറത്തിറങ്ങിയതായും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് എത്തിയ വിമാനമാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വിശദമായ പരിശോധനയ്ക്കായി വിമാനം നിലവിൽ മാറ്റിയിരിക്കുകയാണെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഈ വിമാനത്തിൻ്റെ തിരിച്ചുള്ള ബംഗളൂരു ഡൽഹി സർവീസ് റദ്ദാക്കിയതായും എയർ ഇന്ത്യ അറിയിച്ചു. യാത്രാ തടസ്സമുണ്ടായ യാത്രക്കാർക്ക് പകരം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ബംഗളൂരുവിലെ ഗ്രൗണ്ട് ടീമുകൾ ആവശ്യമായ സഹായം നൽകിയിട്ടുണ്ടെന്നും എയർലൈൻ അറിയിച്ചു. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത്, പ്രതി സിന്ധു റിമാൻഡിൽ. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പിടിയിലായ സിന്ധു റിമാൻഡിൽ. ജൂൺ 4 വരെയാണ് റിമാൻഡ് കാലാവധി. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. താൻ ഹൃദ്രോഗിയാണെന്ന് സിന്ധു കോടതിയിൽ വാദിച്ചു. ജാമ്യ ഹർജി നാളെ സമർപ്പിക്കുമെന്ന് സിന്ധുവിന്റെ അഭിഭാഷകൻ അറിയിച്ചു. കേസിൽ 5 പ്രതികളാണുള്ളത്. സിന്ധു ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായിരുന്നു. തിരുവനന്തപുരം സ്വദേശി അലീനയാണ് അറസ്റ്റിലായ രണ്ടാമത്തെ യുവതി. സിന്ധു ആലുവ സ്വദേശിയാണ്. ഷംല, മഞ്ചിമ, റഹ്മത്ത് എന്നിവരാണ് മറ്റു പ്രതികൾ. മോഡലിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് യുവതികളെ ദുബായിൽ എത്തിച്ച് അനാശാസ്യത്തിന് ഉപയോഗിക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇരുവരും. ഇരകളുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് മരടിൽ താമസിക്കുന്ന അലീനയെ അവിടെ നിന്നും ബിന്ദുവിനെ മുംബൈയിൽ നിന്നുമാണ് പിടികൂടിയത്. മോഹന വാഗ്ദാനങ്ങൾ നൽകി കെണിയിൽ വീഴ്ത്തിയാണ് ഇവർ യുവതികളെ ചൂഷണത്തിന് ഇരയാക്കിയിരുന്നത്. ദുബായിൽ എത്തിക്കുന്ന യുവതികളെ രഹസ്യ കേന്ദ്രങ്ങളിൽ തടങ്കിലാക്കും. തുടർന്ന് മയക്കുമരുന്ന് ബലമായി നൽകി അബോധാവസ്ഥയിലാക്കി കാഴ്ച വെക്കുന്നതിനായിരുന്നു രീതി. ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റിയതായും പറയുന്നു. പല പെൺകുട്ടികളും ഇവരുടെ സംഘത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അലീന മുമ്പും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ നവംബറിൽ വൈറ്റിലയിലെ ബാറിൽ നടന്ന സംഘർഷത്തിൽ അലീന പ്രതിയാണ്. ഇവർക്ക് കൊട്ടേഷൻ ഗുണ്ട സംഘങ്ങളുമായി ബന്ധമുണ്ട്. ഇവരുടെ കണ്ണീരിനും വേദനയ്ക്കും മുന്നിൽ നിശബ്ദരാകില്ല. പോലീസ് ആക്രമണം ആരുടെ നിർദ്ദേശപ്രകാരമെന്ന് പി രാജീവ്. പോലീസ് നരനായാട്ട് നടത്തിയ എറണാകുളം കുന്നത്തുനാട് പരിയത്തങ്കാവ് ഉന്നതിയിലെ ജനങ്ങളെ CPM ചേർത്തു പിടിക്കുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ്. UDF സർക്കാർ അധികാരത്തിലെത്തിയ ഉടനെ, അതും മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഇത്തരമൊരു ആക്രമണമുണ്ടായത് പ്രതിഷേധാർഹമാണ്. ഇതാണോ UDF സർക്കാർ പിന്തുടരാൻ പോകുന്ന പോലീസ് നയമെന്ന് വ്യക്തമാക്കണമെന്നും രാജീവ് പറഞ്ഞു. പാരിയാത്തുങ്കാവിൽ പോലീസ് അതിക്രമത്തിനിരയായവരെ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്ന അഭിഭാഷക കമ്മീഷൻ നിലപാട് എടുത്തപ്പോൾ താൽക്കാലിക പരിഹാരമുണ്ടാക്കാനാണ് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന LDF സർക്കാർ ശ്രമിച്ചത്. പോലീസ് ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കരുതെന്നും ഭൂമി അളന്ന് പുറമ്പോക്ക് നിർണയിച്ചു ചട്ടപ്രകാരം പട്ടയം കൊടുക്കണമെന്നും നിലപാട് സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി സർവേ നടപടികൾ ആരംഭിച്ചു. പൂർത്തീകരിച്ചിരുന്നില്ല. അത് പൂർത്തിയാക്കും മുൻപ് സർക്കാർ മാറിയ ഉടനെയായിരുന്നു പോലീസ് ആക്രമണം. പിൻവാങ്ങിയാണ് തോന്നലുണ്ടാക്കിയ ശേഷമായിരുന്നു പ്രദേശവാസികളെ പോലീസ് മർദ്ദിച്ചത്. പിൻവാങ്ങിയ പോലീസ് ഏതെങ്കിലും നിർദ്ദേശമില്ലാതെ വരുമോ എന്നാണ് കുടുംബങ്ങളുടെ സംശയം. ഇക്കാര്യം ആഭ്യന്തരമന്ത്രി അന്വേഷിക്കണം. സർവേ നടപടികൾ പൂർത്തീകരിച്ച് മുഴുവൻ കുടുംബങ്ങൾക്കും ചട്ടപ്രകാരം പട്ടയം അനുവദിക്കണം. അതുവരെ പോലീസ് നടപടി ഉണ്ടാക്കരുതെന്ന് സർക്കാർ ഉറപ്പാക്കണം. ഇവിടെയുള്ളവരുടെ കണ്ണീരിനും വേദനയ്ക്കും മുന്നിൽ CPM നിശബ്ദരായി നിൽക്കാൻ കഴിയില്ല. അവർക്കൊപ്പം CPM ഉണ്ടായി, രാജീവ് പറഞ്ഞു. കടലിനെ അറിയുന്നവർക്ക് ഫിഷറീസ് വകുപ്പ് കൈമാറണം. അതൃപ്തി പ്രകടിപ്പിച്ച് ലത്തീൻ സഭ. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് കൈമാറിയതിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച് ലത്തീൻ സഭ. കടലിനെ അറിയുന്നവർക്ക് വകുപ്പ് കൈമാറണമെന്നും സഭ ആവശ്യപ്പെട്ടു. മത്സ്യമേഖലയിൽ നിന്നുള്ളവരെ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആക്കണമെന്ന ആവശ്യവുമായി ആലപ്പുഴ ലത്തീൻ രൂപത മുൻകാലങ്ങളിൽ ലത്തീൻ സഭയ്ക്ക് വേണ്ടത്ര പരിഗണന നൽകിയിരുന്നു. എന്നാൽ ഈ മന്ത്രിസഭയിൽ ഈ പരിഗണന കാണാത്തതിൽ ദുഃഖം ഉണ്ടെന്ന് രൂപത PRO ഡോക്ടർ സേവ്യർ കുടിയാശ്ശേരി പറഞ്ഞു. ലത്തീൻ സഭയിൽ നിന്നും തന്നെ യോഗ്യരായവർ നിലവിൽ MLA ആയി വിജയിച്ചു വന്നിട്ടുണ്ട്. അവരെ പരിഗണിക്കണമെന്നും ആലപ്പുഴ രൂപത ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളിയായി ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച AD തോമസിനെയോ മറ്റ് ലത്തീൻ സഭകളിൽ നിന്നുള്ളവരെയോ പരിഗണിക്കണമെന്നും രൂപത ആവശ്യപ്പെട്ടു.
വകുപ്പ് വിഭജനത്തിൽ കടുത്ത അതൃപ്തിയുമായി ലത്തീൻ സഭ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. പരസ്യ പിന്തുണ നൽകിയിട്ടും വേണ്ട പരിഗണന കിട്ടിയില്ലെന്നാണ് സഭാ നേതൃത്വം അറിയിച്ചത്. 4 MLA ഉണ്ടായിട്ടും സമുദായത്തിന് കോൺഗ്രസ് മന്ത്രിയില്ലെന്നാണ് നേതൃത്വം പറയുന്നത്. വിദ്യാലയങ്ങൾ ജില്ലാ പഞ്ചായത്ത് സംഘം സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ സയൻസ് IT ലാബ് സൗകര്യങ്ങൾ വിപുലീകരിക്കും. അധ്യയന വർഷത്തിന്റെ ആരംഭം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം 73 ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ സന്ദർശിച്ചു. സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ വിലയിരുത്തി വാർഷിക പദ്ധതിയിൽ തയ്യാറാക്കുന്നതിന് മുന്നോടിയായിരുന്നു സന്ദർശനം. പകുതിയിലധികം വിദ്യാലയങ്ങളിൽ IT ലാബ്, സയൻസ് ലാബ് സൗകര്യങ്ങൾ വിപുലീകരിക്കേണ്ടി വരും. പുതിയ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, വിപുലീകരിച്ച കെട്ടിട സൗകര്യം എന്നിവ ഒട്ടേറെ വിദ്യാലയങ്ങളിൽ ആവശ്യമാണ്. ഓരോ വിദ്യാലയങ്ങൾക്കും ആവശ്യമുള്ളതും വിപുലീകരിക്കേണ്ടതുമായ സൗകര്യങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കി ഭാവി വികസന പദ്ധതികൾ തയ്യാറാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പറഞ്ഞു. പുതിയ ഭരണസമിതിയിൽ അധികാരമേറ്റതാണ് ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് ബിനോയ് കുര്യൻ, വൈസ് പ്രസിഡന്റ് T. ഷബ്ന, സ്ഥിരം സമിതി അധ്യക്ഷരായ A. പ്രദീപൻ, P. രവീന്ദ്രൻ, സെക്രട്ടറി ടൈനി സൂസൻ ജോൺ, ഫിനാൻസ് ഓഫീസർ KV മുകുന്ദൻ തുടങ്ങിയവരും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും 3 സംഘങ്ങളായാണ് 5 ദിവസങ്ങളിലായി വിദ്യാലയങ്ങൾ സന്ദർശിച്ചത്. ഏതാനും സ്കൂളുകളിൽ മാത്രമാണ് പുതിയ കെട്ടിടങ്ങൾ ആവശ്യമുള്ളത്. അതേസമയം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ ലിഫ്റ്റ്, റാമ്പ് സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഫിറ്റ്നസ് ലഭിക്കാത്ത സാഹചര്യം ചില സ്കൂളുകൾ നേരിടുന്നുണ്ട്. ഈ കാര്യത്തിൽ നയപരമായ തീരുമാനം വേണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കും. ഏതാനും വിദ്യാലയങ്ങളിൽ വേനൽ കടക്കുന്നതോടെ കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. ഇവ പരിഹരിക്കാൻ സ്കൂളുകൾക്കും ചുറ്റുമതിൽ ഉറപ്പാക്കണമെന്ന് ബാലാവകാശ കമ്മീഷനും നിർദ്ദേശിച്ചിരുന്നു. ദേശീയപാത ബൈപ്പാസ് നിർമ്മാണം മണ്ണിടിച്ചിൽ ഭീഷണി. ആഴത്തിലുള്ള മണ്ണെടുപ്പ്. ഇനി മഴയ്ക്കൊന്നിനു ശേഷം മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടെങ്കിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ആഴത്തിലുള്ള മണ്ണെടുപ്പ് മഴ കഴിഞ്ഞ ശേഷമേ ഉണ്ടാകൂ. മണ്ണിനുറപ്പില്ലാത്ത സ്ഥലങ്ങളിലും മഴ കഴിഞ്ഞ ശേഷമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തൂ. കഴിഞ്ഞ വർഷം പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് തങ്കേക്കുന്ന് അടക്കമുള്ള സ്ഥലങ്ങളിൽ മണ്ണെടുക്കലും സംരക്ഷണ ഭിത്തി നിർമ്മാണവും അടക്കമുള്ള പ്രവൃത്തികൾ മഴക്കാലത്ത് നടത്തേണ്ടതെന്ന് തീരുമാനിച്ചു. ദേശീയപാത കണ്ണൂർ ബൈപ്പാസ് നിർമ്മാണം നടക്കുന്ന കോട്ടക്കുന്ന്, തങ്കേക്കുന്ന്, മുണ്ടയാട്, ചാല, എടക്കാട് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ആഴത്തിൽ മണ്ണെടുത്തിട്ടുള്ളത്. ചിലയിടത്ത് വലിയ ഉയരത്തിലാണ് റോഡിന്റെ പാർശ്വഭിത്തി. കോട്ടക്കുന്ന്, മുണ്ടയാട്, എടക്കാട് എന്നിവിടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. ചാലയിൽ മുത്തപ്പൻ ക്ഷേത്രം പരിസരത്ത് സംരക്ഷണ ഭിത്തിയെങ്കിലും ആറ്റടപ്പ റോഡ് തുടങ്ങുന്നതിന് സമീപം ഉയരത്തിലുള്ള മൺഭിത്തിയുണ്ട്. സമീപ ദിവസങ്ങളിലാണ് ഇവിടെ സർവീസ് റോഡിനുള്ള മണ്ണെടുത്തത്. നേരത്തെ ഏറ്റെടുത്ത ഭൂമി സർവീസ് റോഡ് നിർമ്മാണത്തിന് പര്യാപ്തമായിരുന്നില്ല. സ്ഥലത്തെ ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിനും കരാർ കമ്പനി സ്ഥലമുടമകളുമായി കരാറുകാരുണ്ടായിരുന്നു. ഇവിടെയും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാലേ മണ്ണിടിച്ചിൽ ഭീഷണി തടയാനാകൂ. തങ്കേക്കുന്നിൽ താൽക്കാലിക മണ്ണ് നീക്കൽ നിർത്തിയിരിക്കുകയാണ്. 10 മീറ്ററോളം ആഴത്തിലാണ് ഇവിടെ ദേശീയപാത നിർമ്മാണം മണ്ണെടുത്തതോടെ അരികിലുള്ള വീടുകളടക്കം നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായത്. അടിഭാഗത്ത് പശിമയുള്ള മണ്ണായതിനാൽ ഏത് സമയത്തും ഇടിയാൻ സാധ്യതയുണ്ട്. മണ്ണെടുത്ത ഇത്തരം അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മഴയിൽ വെള്ളം ഇറങ്ങിയിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മൂടിയിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ മണ്ണെടുപ്പാണ് താൽക്കാലികമായി നിർത്തിയത്. ഇപ്പോൾ മണ്ണെടുത്താൽ മഴക്കാലം ശക്തിപ്പെടുത്തുന്നതിന് മുൻപ് സംരക്ഷണ ഭിത്തി നിർമ്മാണം അടക്കമുള്ളവ പൂർത്തിയാകില്ലെന്നുള്ളതിനാണ്. മുട്ടോളം പറയിൽ കഴിഞ്ഞ വർഷം മണ്ണിടിഞ്ഞ് വലിയ ഭീതിയിലുണ്ടായിരുന്നു. 3 തരത്തിലുള്ള സംരക്ഷണ ഭിത്തികളാണ് ആഴത്തിൽ മണ്ണെടുക്കുന്നതിനിടയിൽ നിർമ്മിക്കുന്നത്. കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തികളും ഗാബിയൽ വാളും സോയിൽ നെയിലിംഗുമാണ് കൂടുതൽ അപകട സാധ്യതയുള്ളിടത്തും ഉയരം കൂടുതലുള്ളതുമാണ് കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിക്കുന്നത്. അടിഭാഗത്ത് 3 അടിയോളം വീതിയിൽ നിർമ്മിക്കുന്ന ഭിത്തികൾ മുകളിലെത്തുമ്പോൾ 1 അടി വരെയായി ചുരുങ്ങും. ഉയരത്തെ ആശ്രയിച്ചാണ് ഇതിന്റെ നിർമ്മാണം. ചിലയിടങ്ങളിൽ പകുതി കോൺക്രീറ്റും ബാക്കി ഭാഗം ഗാബിയൻ വാളും ആക്കുന്നുണ്ട്. 200 ഗ്രില്ലിൽ മെറ്റൽ നിറച്ചുള്ളതാണ് ഗബ്യാൽ വാൾ.
മണ്ണിടിച്ചിൽ സാധ്യത താരതമ്യേന കുറവുള്ളതിനാലാണ് സോയിൽ നെയിലിംഗ് നടത്തുക. സോയിൽ നെയിലിംഗ് നടത്തിയ ഇടങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യത കാണുമ്പോൾ മറ്റു നിർമ്മാണങ്ങളിലേക്ക് മാറാറുണ്ട്. തങ്കക്കുന്നിൽ സോയിൽ നെയിലിംഗ് നടത്തിയതിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗാബിയൻ വാൾ നിർമ്മിച്ചിരുന്നു. KK കൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം PK അനൂപിന്. കൂത്തുപറമ്പ് പ്രസ് ക്ലബ്ബ് നടത്തിയ KK കൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം ദേശാഭിമാനി പിണറായി ഏരിയ ലേഖകൻ TK അനൂപിന്. 5000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. 2025 ഓഗസ്റ്റ് 5 ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച ഉപ്പുവെള്ളം കയറില്ല, 1360 ഏക്കറിൽ ഇനി കൃഷിയിറക്കാം വികസനോന്മുഖം റിപ്പോർട്ടാണ് പുരസ്കാരം. യു ബാബു, ഗോപിനാഥ്, TC മുഹമ്മദ്, JP നിർമ്മലഗിരി, AC വരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. 2019 മുതൽ ദേശാഭിമാനി ഏരിയ മേഖലനായി അനൂപ് CPM പിണറായി ലോക്കൽ കമ്മിറ്റി DYFI ബ്ലോക്ക് പ്രസിഡന്റ്, പിണറായി ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ എന്നീ ചുമതലകൾ നിർവഹിക്കുന്നു. വ്യാഴം വൈകിട്ട് 4:30 കൂത്തുപറമ്പ് വ്യാപാര വൻ ഹാളിൽ നടക്കുന്ന KK കൃഷ്ണൻ അനുസ്മരണ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പുരസ്കാരം വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ T ഷിജിത്, ജൂറി പ്രസംഗം JP നിർമ്മലഗിരി, പ്രസ് ഫോറം ഭാരവാഹികളായ N ധനഞ്ജൻ, DK അനീഷ്, N സൂരജ്, MA ജിബു എന്നിവർ പങ്കെടുത്തു. വ്യാജ പാസിറക്കി പണപ്പിരിവ്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലും കോൺഗ്രസിൻ്റെ തട്ടിപ്പ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങിലും പണപ്പിരിവുമായി കോൺഗ്രസിൻ്റെ തട്ടിപ്പ്. സത്യപ്രതിജ്ഞ ചടങ്ങിന് പ്രത്യേകം പാസുണ്ടെന്നും 500 രൂപ മുതൽ ചാർജ് തുടങ്ങുന്നു എന്ന് പറഞ്ഞാണ് തട്ടിപ്പ് അരങ്ങേറിയത്. നിരവധി പേർ തട്ടിപ്പിന് ഇരയായി. 500 രൂപ മുതൽ 2000 രൂപ വരെ നീളുന്നു പാസിന് ഈടാക്കുന്ന തുക. പണം കൊടുത്തിട്ട് വ്യാജ പാസ് കിട്ടിയവരുടെ അനുഭവങ്ങൾ ഓരോന്നായി പുറത്ത് വരികയാണ്. താൻ സത്യപ്രതിജ്ഞ ചടങ്ങിന് പങ്കെടുക്കുന്നതിനായി 400 രൂപ നൽകിയെന്നും എന്നാൽ തന്നത് വ്യാജമാണെന്ന് യുവതി തൻ്റെ അനുഭവം പങ്കുവച്ചു. ലഭിച്ച പാസുമായി ചടങ്ങിന് എത്തിയപ്പോഴാണ് അവിടെ പാസ് സൗജന്യമാണെന്ന് അറിഞ്ഞതെന്നും കബളിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും യുവതി വെളിപ്പെടുത്തി. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിൽ കയറുന്നതിന് തൊട്ടു മുൻപാണ് ഇത്തരത്തിൽ വ്യാജ പാസ് അടിച്ചിറക്കി കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങളെ കബളിപ്പിച്ചത്. പറ്റിക്കപ്പെട്ട വിവരം അറിയിക്കുകയും പണം തിരികെ ചോദിക്കുമ്പോൾ നാളെ തരാം, ഇന്ന് തരാം എന്ന് പറഞ്ഞല്ലാതെ കോൺഗ്രസ്സുകാർ പണം നൽകുന്നില്ലെന്നും ആരോപണം ഉണ്ട്. കോൺഗ്രസിൻ്റെ ഈ പണപ്പിരിവിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇത്തരത്തിൽ നിരവധി പേർ കബളിക്കപ്പെട്ടതായാണ് വിവരം. 500 രൂപ മുതൽ 2000 രൂപ വരെ കൊടുത്തവർ ഇക്കൂട്ടത്തിൽ പെടും. ബിജു ആൻ്റണിയെ അനുസ്മരിച്ചു. ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന കലാജാഥ അംഗവും കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറി ഭരണസമിതി അംഗവുമായിരുന്ന ബിജു ആൻ്റണിയുടെ 6ാമത് ചരമവാർഷികം വിപുലമായി ആചരിച്ചു. APJ അബ്ദുൽ കലാം ലൈബ്രറിയിൽ നടന്ന അനുസ്മരണ പരിപാടി മഴ നിരീക്ഷണം പ്രാദേശിക അനുഭവം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത് പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം സതീശൻ കസ്തൂരി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് K ജയരാജൻ അധ്യക്ഷനായി. അഴീക്കോടൻ ചന്ദ്രൻ, A പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PK ബൈജു സ്വാഗതവും E രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.